എസ് എ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ബ്രൈഡൽ സെറ്റാണ് കേട്ടോ. ബ്രൈഡൽ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റംസും വരുന്ന ഒരു ബ്രൈഡൽ സെറ്റാണ് നമ്മളിതിൽ പരിചയപ്പെടുന്നത്. 1, 2, 3, 4 മാലകൾ വരുന്നുണ്ട്, ഒരു ജോഡി കമ്മൽ വരുന്നുണ്ട്, 8 വളകൾ വരുന്നുണ്ട്, ഒരു ജോഡി പാദസരം വരുന്നുണ്ട്. നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് പരിചയപ്പെടാം. നമ്മളിതിൽ 4 മാലകളാണെന്ന് പറഞ്ഞാൽ ഓരോരോ മാലകളായിട്ട് പരിചയപ്പെടാം. ആദ്യത്തെ മാല വരെ നമുക്ക് 20 ഗ്രാം 2.5 പവനിലാണ് വന്നേണത്. നമുക്കൊരു 3-4 കളർ മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പിലാണ് വരിക. ഇതിൽ നമുക്ക് റോസ് ഗോൾഡ് വരുന്നുണ്ട്, റോഡിയം ടിപ്പ് ചെയ്തിട്ടുണ്ട്, യെല്ലോ ഗോൾഡ് ഉണ്ട്, നല്ല ഗ്ലോസി ഫിനിഷും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3-4 കളർ മിക്സിൽ വരുന്ന ഐറ്റമാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ ടർക്കിഷ് കുവൈറ്റ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ബ്രൈഡൽ സെറ്റാണ് നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ. നമുക്കിതിൻ്റെ തൊട്ട് താഴെയുള്ള മാലയിലേക്ക് പോവാം. ഇതും നമുക്ക് സെയിം കാറ്റഗറിയിൽ വരുന്ന മാല തന്നെയാണ്. ഇതും നമുക്ക് 2.5 പവനിൽ വരുന്നത് തന്നെയാണ്. നമ്മൾ ആദ്യത്തെ മാല പോലെ തന്നെ ഇത് ഫസ്റ്റ് നെക്കായിട്ടും സെക്കൻഡ് നെക്കായിട്ടും കയറ്റി ഇറക്കി ഇടാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്ന മാലയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും തൊട്ട് താഴെ വരുന്നത് നമുക്ക് ലെയർ മാലയാണ് വരിക. ഇതും നമുക്ക് 3-4 കളർ ടോണിൽ തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് 4 പവനിലാണ് വരിക. ഇത് നമുക്ക് സെക്കൻഡ് നെക്കായിട്ടും തേർഡ് നെക്കായിട്ടും ഇറക്കിയും കയറ്റി ഇടാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്ന മാലയാണ് വരിക. ഏറ്റവും താഴെ വരുന്നത് നമുക്ക് 6 പവനിൽ വരുന്നതാണ്. കുറച്ച് കാഴ്ചയിൽ കട്ടിയിലും കാഴ്ചയും അതുപോലെ കട്ടിയും കൂടി ചെയ്തിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന മാലയാണ് വരിക. ഇതും നമുക്ക് 2 കളർ ടോണിലാണ് വരുന്നത്. ഇതും സെയിം കുവൈറ്റ് ടർക്കിഷ് കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. ഇത് നമുക്ക് ഏറ്റവും താഴേക്കായിട്ടുള്ള മാലയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ 4 മാലകളും കൂടി നമുക്കിതിൽ 15 പവനാണ് നമ്മുടെ സെറ്റ് വരുന്നത് കേട്ടോ. നമുക്കിതിൽ കയ്യിലേക്ക് വരുന്ന വളകൾ പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഒരു കയ്യിലേക്കുള്ള വള സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിതിൽ വരെ ഈ തെറ്റത്ത് വരുന്ന 2 വളകളും വരെ നമുക്ക് 2 പവൻ വെച്ചിട്ടാണ് വരിക. ഓരോ 2 പവൻ, മറ്റേത് 2 പവൻ, അങ്ങനെ 4 പവനാണ് വരിക. ഇത് നമുക്ക് നേരത്തെ നമ്മുടെ മാലയ്ക്ക് മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ വളകളും സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നടുക്ക് വരെ നമുക്ക് 1.5 പവൻ വെച്ചിട്ടാണ് വരിക. അതായത് 12 ഗ്രാം 24 ഗ്രാമാണ് വളകൾ വരുന്നത്. അങ്ങനെ ഈ ഒരു കയ്യിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 7 പവനാണ് വളകൾ വരുന്നത് കേട്ടോ. നമുക്കിനി അടുത്ത കയ്യിലേക്ക് വരുന്ന വളകൾ പരിചയപ്പെടാം. നമ്മൾ ഈ തെറ്റത്ത് വരുന്ന 2 വീതി കുറഞ്ഞ വളകൾ 1.25 പവൻ വെച്ചിട്ടാണ് വരുന്നത്. നമ്മുടെ മാലകൾക്കും അതുപോലെ ബാക്കി സെറ്റുകൾക്ക് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ഈ വളകൾ വരുന്നത്. തൊട്ട് നടുക്ക് വരുന്ന വളകൾ നമ്മൾ 16 ഗ്രാം 2 പവൻ വെച്ചിട്ടാണ് വരിക. ടോട്ടൽ നമ്മുടെ സെറ്റ് വളകൾ വരുന്നത് 6.5 പവനാണ് ഒരു കയ്യിലേക്ക് വരുന്ന വളയുടെ വെയിറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് ഈ സെറ്റിലേക്ക് വരുന്ന കമ്മൽ പരിചയപ്പെടാം. ഇതുവരെ നമുക്ക് 4 ഗ്രാം പെയർ 4 ഗ്രാം വരുന്നതാണ്. നമുക്കിതിൽ സാധാരണ സെറ്റുകളിൽ പറയുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് സ്റ്റഡ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാറ്റഗറിയിൽ വരുന്ന കമ്മലാണ്. അതായത് ഫുൾ സെറ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പാർട്ടി വെയർ മാത്രം യൂസ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കേണ്ട ടൈപ്പ് വർക്കിൽ വരുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതിലേക്ക് വരുന്ന പാദസരം പരിചയപ്പെടാം. ഇതും നമ്മുടെ മാലയ്ക്കും അതുപോലെ വളയ്ക്കും കമ്മലിനും എല്ലാത്തിനും മാച്ച് ആവുന്ന രീതിയിലുള്ള പാദസരമാണ് വരിക. ഇത് നമുക്ക് റോഡിയം ടിപ്പ് ചെയ്തിട്ടുള്ള ടൈപ്പിൽ വരുന്നത്. അത്യാവശ്യം നമുക്ക് റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് വരിക കേട്ടോ. ഇത് വരിക നമുക്ക് 1 പവനിലാണ് പാദസരം വരുന്നത്. ഒരു കാലിലേക്ക് 1/2 പവൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കെയർ ചെയ്ത്, വല്ലാണ്ട് റഫ് യൂസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കെയർ ചെയ്ത് ഉപയോഗിക്കേണ്ട കാറ്റഗറിയിൽ വരുന്ന രീതിയിലുള്ള പാദസരമാണ് ഇത് വരുന്നത് കേട്ടോ. നമ്മളിതിൽ 4 മാലകളാന്ന് പറഞ്ഞല്ലോ. നമ്മളിതിൽ ആദ്യത്തെ മാല നമുക്ക് 20 ഗ്രാമിൽ വന്നു, രണ്ടാമത്തെ മാല 20 ഗ്രാമിൽ വന്നു, അതിൻ്റെ തൊട്ട് താഴെ മാല നമുക്ക് 4 പവനിൽ വന്നു, ഏറ്റവും താഴെ മാല നമുക്ക് 6 പവനിൽ വന്നു. അങ്ങനെ എല്ലാം കൂടെ നമുക്കിതിൽ 15 പവൻ്റെ മാലയാണ് വന്നേക്കണത്. 1/2 പവനിൽ കമ്മൽ വന്നു, 13.5 പവനിൽ വളകൾ വന്നു, 1 പവനിൽ പാദസരം വന്നു. അങ്ങനെ എല്ലാം കൂടെ നമ്മുടെ 30 പവൻ്റെ സെറ്റാണ് വരുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.